അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യലീഖു ബിജലാലിഹി വഅളീമി സുൽത്താനിഹി വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ മുഅല്ലിമിൽ ജലീൽ വൽ മുറബ്ബി അൽ കരീം. അമ്മാ ബഅദ്. ആർത്തവരക്തവും വദാഇൻ്റെ തവാഫും അഥവാ ആർത്തവരക്തമുള്ള സ്ത്രീകൾക്ക് വദാഇൻ്റെ തവാഫ് ചെയ്യേണ്ടതുണ്ടോ? വദാഇൻ്റെ തവാഫ് ഒഴിവാക്കിയതിൻ്റെ പേരിൽ അറവ് അഥവാ ഫിദിയ നിർബന്ധമാകുമോ എന്ന സംശയത്തിനുള്ള മറുപടിയാണ് ഈ വോയിസിൽ ഞാൻ പറയുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ നിസ്കാരത്തെ പോലെ ത്വവാഫിനും ചെറിയ വലിയ അശുദ്ധികളിൽ നിന്നുള്ള മുക്തി വ്യവസ്ഥയുണ്ട്. അഥവാ ഇരു ശുദ്ധികൾ കൂടാതെ തവാഫ് നിർവഹിക്കുന്നത് തികച്ചും കുറ്റകരമാണ്. ഹജ്ജിനോ ഉംറക്കോ മറ്റോ മക്കയിലെത്തിയവർ മക്ക ഷരീഫിൽ നിന്ന് വിട പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിർബന്ധമായും അവസാനമായി നിർവഹിക്കേണ്ട തവാഫാണ് വദാഇൻ്റെ തവാഫ്. മക്ക വിട്ട് 2 മർഹല അഥവാ സുമാർ 132 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുന്ന ഏവരും തവാഫുൽ വദാഇ ചെയ്യൽ നിർബന്ധവും അത് ഉപേക്ഷിച്ചാൽ ഒരു ആടിനെ പ്രായശ്ചിത്തമായി അറുത്ത് കൊടുക്കേണ്ടതും ആണ്. ഹജ്ജിനും ഉംറക്കുമായി എത്തിച്ചേർന്നവർ ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട മുഴുവൻ അമലുകളും പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച ശേഷം മാത്രമേ വദാഇൻ്റെ തവാഫ് നിർവഹിക്കാവൂ എന്ന കാര്യം പ്രത്യേകം സ്മരണീയമാണ്. പിറകെ മെൻസസ് വന്നേക്കാം എന്ന് കരുതി വദാഇൻ്റെ തവാഫ് മുൻകൂട്ടി ചെയ്യാവതല്ല എന്നതും പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഓർക്കുക, തവാഫുൽ വദാഇൻ്റെ ബാധ്യതയിൽ നിന്ന് ആർത്തവമുള്ള സ്ത്രീകളും പ്രസവാനന്തര രക്തസ്രാവമുള്ളവരും ഒഴിവാണെന്നാണ് തുഹ്ഫ വോള്യം 4 പേജ് 142 പറയുന്നത്. അഥവാ ആർത്തവരക്തമോ പ്രസവരക്തമോ ഉള്ള സ്ത്രീകൾക്ക് പെട്ടെന്ന് പുറപ്പെടേണ്ടി വന്നാൽ തവാഫുൽ വദാഇ ചെയ്യൽ നിർബന്ധം ഇല്ല. അതുപോലെ തന്നെ തവാഫുൽ വദാഇ ഒഴിവാക്കിയതിൻ്റെ പേരിൽ ഫിദിയയും കൊടുക്കേണ്ടതില്ല എന്നാണ് നിയമം. ഇക്കാര്യം തുഹ്ഫ വാള്യം 4 പേജ് 142 കിതാബുൽ ഈലാഹ് പേജ് 406 വിശദമായി പരാമർശം ഉണ്ട്. ഓർക്കുക, കൃത്രിമ മാർഗങ്ങൾ അവലംബിച്ച് ആർത്തവം നിയന്ത്രിച്ച് നിർത്തിയാൽ ഹജ്ജ് ഉംറകളുടെ സുഗമമായ കർമ്മങ്ങൾക്ക് അത് ഏറെ സഹായകരം തന്നെയാണ്. എന്നാൽ ഈ രീതി അവലംബിക്കുന്നവർ അപകടകരമായ പാർശ്വഫലങ്ങളില്ലെന്ന് ഉറപ്പ് വരുത്തുന്നതിനായി വിദഗ്ധ വൈദ്യോപദേശം തേടിയിരിക്കണം. അപകടാശങ്കകൾ ഇല്ലാത്തപ്പോൾ ആർത്തവ നിയന്ത്രണം അനുവദനീയമാണെന്ന് ഇമാമുമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യം ആയത്തു തൽഖീസിൽ മുറാദ് പോലുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. ചുരുക്കത്തിൽ, ആർത്തവരക്തമുള്ള സ്ത്രീകൾക്ക് വദാഇൻ്റെ തവാഫ് ചെയ്യേണ്ടതില്ല. അത് ഒഴിവാക്കിയതിൻ്റെ പേരിൽ പ്രായശ്ചിത്തവും നൽകേണ്ടതില്ല. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.